നമ്മളിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് PVC കാർഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അതിനാദ്യം നമ്മൾ ഫയലിൽ, അതായത് നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒരു കോർണറിൽ വരുന്ന ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേ ഓപ്ഷൻ തന്നെ വരുന്നത് സ്ക്രീനിൽ. അപ്പോൾ നമ്മൾ ഇത് ഒരു ഓപ്പൺ ചെയ്യുക. നമ്മൾ PVC കാർഡ് പ്രിൻറ്റ് ചെയ്യാനുള്ളത് അത് ചിലപ്പോൾ ഡൗൺലോഡ്സിലാണ് ഉണ്ടാവുക. ഡൗൺലോഡ്സിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ അങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്വിക്ക് ആക്സസിൽ എടുത്തിട്ട് ഡൗൺലോഡ്സിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് D ഡ്രൈവിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഒരു ഫയൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു പേര് വെച്ച് സേവ് ചെയ്താണ്, അത് ഓപ്പൺ ചെയ്യുക. വരുന്ന വിൻഡോയിൽ അത് ഓക്കെ, അതായത് മേലെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ രണ്ടാമത്തെ പേജും താഴത്ത് മേലെ ഫസ്റ്റ് പേജാണ് വരിക. അപ്പോൾ ഫസ്റ്റ് പേജാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഓക്കെ അടിക്കുക. അതിൽ റെസൊല്യൂഷൻ എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ നമ്മൾ 300 കൊടുക്കേണ്ടത്, 300 കൊടുക്കേണ്ടത്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഡ്രൈവിംഗ് ലൈസൻസ് നേരെ ഓപ്പൺ ആയി വരും. ശേഷം നമ്മൾ F10 എന്ന് പറഞ്ഞ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. F10 കീബോർഡിൽ ഏറ്റവും ടോപ്പ് റോയിൽ വരുന്ന ബട്ടണാണ് F10. F1, F2 അങ്ങനെ F12 വരെ ഉണ്ടാവും. അതിൽ F10 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് കൺവേർട്ട് ചെയ്ത് PVC കാർഡിൻ്റെ ഓപ്ഷനിലേക്ക് വരും. ഇവിടുന്ന് നമ്മൾ പ്രിൻറ്റ് കൊടുക്കണം. അതിന് Ctrl+P അല്ലെങ്കിൽ ഫയലിൽ പ്രിൻറ്റോ കൊടുക്കുക. Ctrl+P കൊടുത്താൽ മതി, ഈസി ആയതാണ്. അതിനുശേഷം നമ്മൾ പ്രിൻ്റർ സെലക്ട് ചെയ്യുക. G600 അല്ലെങ്കിൽ 500 സീരീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിൽ നമ്മൾ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ കാർഡ് എന്നുള്ളതിൽ PVC കാർഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. വീണ്ടും ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് പ്രിൻ്റ് പോവും. PVC കാർഡ് നമ്മൾ പ്രിൻ്ററിൽ ലോഡ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. ഈ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ യെസ്, നോ, ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷനാണ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു നോ എന്നുള്ളത് നിർബന്ധമായിട്ടും പ്രസ് ചെയ്യണം. ഒരിക്കലും യെസ് എന്നുള്ളത് പ്രസ് ചെയ്യരുത്, നോ മാത്രം പ്രസ് ചെയ്യുക.